അപ്പോൾ ഗൈസ് നമ്മളിന്നും കളിക്കാൻ പോകുന്ന ഗെയിമാണ് ദ ബേബി ഇൻ യെല്ലോ പാർട്ട് 3 ആണ്. നൈറ്റ് 3 ആണ്. ഇതിനകത്തായിരിക്കും ആ ചെറുക്കൻ പ്രേതമാവുന്നത്. അപ്പം നമുക്ക് വീട്ടിൻ്റെ അകത്തല്ല. ഇതെന്ത് സൗണ്ട് കേട്ടാ? ഇത് വലിയ സൗണ്ട് കേട്ട് ലൈറ്റൊക്കെ ഇരുന്ന് മിന്നുന്ന കണക്കൊക്കെ. എന്താണ്ട് മിന്നുന്നു. ചെറുക്കൻ എവിടെ? അടുക്കളയിലും ഇല്ല. നമുക്ക് മേളിൽ പോയി നോക്കാൻ ചെറുക്കൻ ഉണ്ടായിരുന്നു. ചെറുക്കന് കരയുന്നുണ്ട്. നമ്മളെന്തായാലും നിൽക്കിയപ്പോൾ ശരിയായിട്ടുണ്ട്. നമുക്ക് ആ കഥ വായിക്കാനാണ് എന്തോ. നമുക്കൊന്ന് നോക്കാം. ഇതെന്ത് കഥ വായിക്കാനൊക്കത്ത? എനിക്ക് വന്ന് കഥ ഉടച്ചിട്ട് പോവാനാണെന്ന്. ഈ ചെറുക്കൻ നോക്കുന്നു ചേച്ചിയോണ്ട്. ചെറുക്കൻ നമ്മൾ തിരിയാൻ നേരം എങ്ങനെ ആവും എന്തോ. നമുക്കെന്തായാലും കഥ ഉടച്ച് പോവാം. കഥ ഉടച്ച് പോകുന്നുണ്ട് നമ്മൾ. ഇവിടെ എങ്ങാനും വല്ലതും ഉണ്ടാ? നേരത്തെ എങ്ങാനും നോക്കിയിട്ട് കിട്ടാത്ത. നമുക്കൊന്ന് നോക്കാം. വീണ്ടും ഇവിടെയും കൂടെ നോക്കാം. ഇവിടെയും വല്ലതും ഉണ്ടാന്ന്. ഇവിടെയും ഒന്നുമില്ല. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. നമുക്കിനി വല്ലതും തിന്നാനാണ് ഇതിനകത്ത് എഴുതി കാണിക്കുന്നത്. ഇപ്പം നമുക്ക് തിന്നാനായിട്ട് അടുക്കളയിൽ പോകാം. അയ്യോ, ഞാൻ എന്തിനാ ഇവിടെ വന്ന അടുക്കളയിൽ പോകാനായിട്ട് പോയപ്പോൾ ഇവിടെ എന്തിനാണ് വന്ന. അപ്പം നമുക്ക് ഇത് ഇന്നലെ നമ്മൾ TV കണ്ടിട്ട് വാങ്ങിയ സാധനമില്ലേ, ഈ ബ്രെഡ് എടുത്ത് വയ്ക്കാം. അപ്പം നമുക്ക് അത് എടുത്ത് വയ്ക്കാം. മുട്ട എടുത്തെറിയാം നമുക്ക് അതിനകത്ത്. ചിലപ്പോൾ മുട്ടയും കൂടെ വേണമെങ്കിൽ അത് വേണ്ട, മുട്ടയൊന്നും ചേർക്കണ്ട അതിനകത്ത്. നമുക്ക് തക്കാളി എടുത്തെറിയാം ഇനി. അപ്പം നമുക്ക് തക്കാളി എടുത്തെറിയാം. അല്ല, എടുത്തെറിയാൻ ഒന്നുകൂടെ ഇടാം. പിന്നെ നമുക്ക് ഒരു ഉള്ളി വേണോ? മീറ്റ് ഇടാം. മീറ്റും കൂടെ എടുത്തിടാം. പിന്നെ എന്തായിരുന്നു, ചീസും കൂടെ എടുത്തിടാം. ആ ചീസ് വീണുണ്ട് ഗൈസ്, നല്ല രസമില്ലേ? എന്നിട്ട് ഒരു കുക്കുംബറും കൂടെ എടുത്തിടാം. കുക്കുംബർ ഇതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഉള്ളിയും കൂടെ എടുത്തെറിയാം. അത് എറിഞ്ഞാണ് കൈപ്പോയി. ഇടാം. അപ്പം നമുക്ക് ഇടാം. എന്നിട്ട് നമ്മൾ എന്താ മറന്നു? മഷ്റൂമും കൂടെ എടുത്തിടാം. എന്നിട്ട് നമുക്ക് ഒരു ഇതും കൂടെ എടുത്തിടാം. ഇല്ല, ബ്രെഡും കൂടെ എടുത്തിടാം. എന്നാലേ അത് ഒരു ഇതാവും. ഇത് പോഹേക്കോ പൊട്ടിത്തെറിച്ച്. ഫീഡ് മീ. ചെറുക്കൻ്റെ കളികൾ തുടങ്ങി. നമുക്കെന്തായാലും കുപ്പിപ്പാൽ എടുക്കാം. എടുത്തിട്ടുണ്ട് നമ്മൾ. ചെറുക്കനില്ലേ? അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് ഒരു പൂട്ടിയിട്ട്. നമുക്കിനി ഇപ്പം നമുക്ക് നടക്കാം. ഇതെന്തൊക്കെ ഇത് പാൽ കുപ്പി ചെറുക്കൻ്റെ. ഇതെടുക്കണം ഏതെങ്കിലും വഴി പോയിട്ട്. നല്ല ലാഗ് ആവുന്നുണ്ട്. ഇതൊരു ഭയങ്കര പാടാണ്. അതിനകത്തുനിന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ് എന്തോ. അത് കണ്ടുപിടിച്ചാൽ ശരിയാവും എന്തോ. എന്നാലും നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ ശരിയാവുമായിരിക്കും, ചിലപ്പോൾ കിട്ടി. അത് ശരിയായില്ല. ശരിയാവാൻ ഇനി എന്തിരിയോ എന്തോ. നമുക്ക് എല്ലാ വഴിയും കൂടെ ഇനി പോയി നോക്കാം. ഇവിടെ ഒന്നുമില്ല. എന്തരിത്? എന്നെങ്ങാനും കിട്ടോ വഴി? നമുക്ക് വീണ്ടും പോകാം. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും വാതിലൊന്നും കാണുന്നില്ല. എന്താ എന്തോ. എന്നെങ്ങാനും കാണോ? ഇതെന്തരിത്? ഒരു വഴിയില്ലാത്ത സ്ഥലം. എന്ത് എന്നെങ്ങാനും എത്തുമോ സ്ഥലത്ത്? നമുക്കൊന്ന് വല്ലതും എന്തിനാ എഴുതിയേക്കുന്ന അതിനകത്ത് പോയപ്പോൾ അതിൽ കണ്ട്. ഇത് വീട്ടിൻ്റെ വെളിയിലല്ലേ ലോക്ക്? ഞാൻ അതെടുത്ത് ഇറങ്ങി. ഇവിടെ എല്ലായിടത്തും ലോക്കഡാണ്. ഇതായിരിക്കും നമ്മളെ വീട്. ആ ചെറുക്കൻ എന്താ എന്തോ.
ചെറുക്കൻ്റെ മുഖം വേറെ കണക്കായി. നമുക്ക് അടുക്കളയിൽ ഭാഗം ടോയ്ലറ്റിൻ്റെ സ്ഥലത്ത് പോകാനായിട്ട് അടുക്കളയുമായി പോകുന്നു. എന്താന്തോ നമുക്ക് കൊണ്ടുപോയിട്ട് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. അത് ചെറുക്കൻ കളി തുടങ്ങി. ചെറുക്കൻ എനിക്കൊന്നും നേരത്തെ നമ്മളെടുത്ത ആ സാധനമില്ലേ, നമ്മളാ മുറി കയറിപ്പോയപ്പോൾ കണ്ടില്ലേ, ഇത് എൻ്റെ പേരെന്തായിരുന്നു, ഒരു സാധനം അതെടുത്ത് കൊടുക്കാനാണ്. അവിടെ ഗ്ലാസ് പൊട്ടിക്കാനൊക്കെ അതിൻ്റെ ഇത് കൊടുക്കാനായിരിക്കും. നമുക്കെടുത്ത് കൊടുക്കാം. ചെറുക്കൻ എവിടെ? ചെറുക്കൻ്റെ വായിട്ട് കൊടുക്കാം. ചെറുക്കൻ വീണ്. ചെറുക്കൻ കിടക്കുന്ന നോക്ക്, ചത്താണ് കിടക്കുന്നത്. ചെറുക്കനെ എടുത്ത് എറിയാം, നമ്മളെ ഇത്രയും കഷ്ടപ്പെടുത്തിയെങ്കിൽ. അയ്യോ, ചെറുക്കൻ ഉറങ്ങിയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ചെറുക്കനെ കൊണ്ട് കിടത്താം. ചെറുക്കൻ നമ്മളെ ചെറുതങ്ങാണ്ടേ, ചെറുക്കൻ്റെ കണ്ണ് വേറെ ഏതായി. ദൂരെ ചെറുക്കൻ അതിനകത്ത് കയറിപ്പോയി. അത് ഇട്ടിട്ട് ഒന്നും ആയില്ല. അപ്പം അത് ഇടണ്ടായിരുന്ന അങ്ങോട്ട് എടുത്തെറിയാം. ഇതൊന്നും എടുക്കാൻ ഒക്കുന്നില്ലല്ലോ. ഡോറ് ലോക്ക്ഡായി. ചെറുക്കനെ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആ പാവ എടുത്തു കൊടുക്കാം. ഇതിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മറന്നു. ചെമ്മരി ആടിൻ്റെ. നമ്മൾ കുത്തിയിരുന്നായിരുന്നു. നമുക്കിപ്പോൾ കഥ വായിച്ചു കൊടുക്കാം. നമ്മൾ എന്തൊക്കെയുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. വായിച്ചാൽ എനിക്ക് ചെറുക്കെടുത്തെറിയുന്നുണ്ട്. പറ്റുമുണ്ടോ ഇനി? ഗൈസ്, ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ബൈ. അപ്പം ശരി.